ഞാൻ ഈ കറക്റ്റ് കാര്യം പറഞ്ഞേ. ഈ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് അസുഖങ്ങള് വരികയാണെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണെന്നറിയോ? ഈ ചേട്ടന് ഈ ക്യൂൻസ് വേലക്കൊക്കെ രാത്രി ഇറങ്ങിയിട്ടുണ്ടോ? ഈ പുതിയ തലമുറ കുട്ടികളെല്ലാരും ആർക്കും ഉറക്കമില്ല രാത്രിയിൽ. ഇവര് ജോലിയും കഴിഞ്ഞിട്ട് അവരെനിക്ക് 2 മണി 3 മണി എവിടെ നോക്കിയാലും അപ്പൊ അതെ അവിടെ MG റോഡ് സൈഡില് മെറൈൻ ഡ്രൈവില് അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന നൈറ്റിലാ. അവിടെ ഒരു ബൂസ്റ്റർ അതിന് 1,00,000 രൂപ 2 ലക്ഷം പറഞ്ഞത്. അങ്ങനെയുള്ളവരൊക്കെ 10,000 പോട്ടെ. 24/7 എന്ന് പറഞ്ഞാൽ എത്ര കടകളാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും ഹെൽത്തി കൺട്രി ഏതാ പറയാവോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഈ ഒരു ജപ്പാനിലെ ഓക്കിനാവ എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ് ഏറ്റവും 120 വയസ്സുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ്. വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കുന്ന. അപ്പൊ നമ്മൾ ഈ നമ്മുടെ പരമ്പരാഗത ഫുഡ് ഇത്രയും കഴിച്ചിട്ടും നമ്മൾ ഈ എന്താ പറയുന്ന ഈ സ്കെയിലിൽ എവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ടും. പക്ഷെ സിംഗപ്പൂര് ഓക്കെ, സിംഗപ്പൂര്, ജപ്പാൻ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഹെൽത്ത് ഇൻഡെക്സിൽ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത്. അവർ ചോറ് കഴിക്കുന്നുണ്ട്, അവരുടെ അത് സോയാ സോസും മറ്റേത് മറിച്ചതൊക്കെ ഉണ്ട്. അവർ നല്ല സമീകൃത ആഹാരമാണ് കഴിക്കുന്നത്. അത് ഇച്ചിരിയേ കഴിക്കുള്ളൂ. നമ്മുടെ നാട്ടില് ചോറ് എന്തോരം കഴിക്കണേ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ അവർ ആഹാരം കഴിക്കത്തില്ല. എന്റെ മോള് ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പൊ അവരെ ഒരു ദിവസം ഇവരെ ലോക്കൽ വീടുകളിൽ താമസിപ്പിച്ചു, ജാപ്പനീസ് കൾച്ചർ അറിയാനും കൂടെ വേണ്ടിയിട്ട്. അവർ ഒക്കിനാവയിലല്ല പോയത്, സിറ്റിയിലാണ് പോയത്. ജാപ്പനീസ് സിറ്റീസ് ഇവിടുത്തെ നമ്മൾ സ്ട്രെസ് പറയണം, പക്ഷെ ജാപ്പനീസ് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ റോബോട്ട്സിന്റെ വരിക. 24 മണിക്കൂർ അവർക്ക് പണിയാണ്. വീട്ടില് അടുപ്പ് പുകയുന്നേ ഇല്ല, എന്നിട്ടും അവര് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. അതിന്റെ ഒരു വലിയ കഥ, അത് പറയണമെങ്കിൽ ഷോർട്ടൻ ചെയ്തിട്ട് എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ടാ തുടങ്ങിയത്. എന്റെ കുട്ടികള് അല്ല പോരാ, മിഡിൽ ഈസ്റ്റിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ്. അത് കഴിഞ്ഞ് തിരിച്ചു നാട്ടിൽ വന്നപ്പോ അവര് പറയായിരുന്നു അവിടത്തെ പോലത്തെ ബർഗർ ഇവിടെ കിട്ടണില്ലല്ലോ മമ്മീന്ന്. അപ്പൊ അങ്ങനെ വെറും 3 ബർഗർ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാ ആഴ്ചയും പിള്ളേർക്ക് എന്റെ ബർഗർ ജംഗ്ഷനിലെ ബർഗർ വേണം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ നിൽക്കണേ. ട്രഡീഷണൽ ഫുഡ് ഒരു യുവാവിന് കിട്ടണമെങ്കിൽ അവൻ ചെലവാക്കേണ്ട എക്സ്പെൻസ് ഉണ്ട്, അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം മില്ലറ്റ് എന്നുള്ള സാധനത്തിന്റെ ഷെൽ ലൈഫ് കംപ്ലീറ്റ് ചെയ്യണം. കാര്യം മില്ലറ്റിന്റെ ഷെൽ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് മില്ലറ്റ് ആണ്. കാര്യം നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഷെൽ ലൈഫ് എത്രയും സാറിന് അറിയാലോ? നമുക്കൊരു അരി സേവ് ചെയ്ത് വെക്കുന്നതും ഒരു മില്ലറ്റ് എടുത്ത് വെക്കുന്നതും ഷെൽ ലൈഫിന്റെയും അതിന്റെ ക്വാളിറ്റിയും അത് ലോസ്റ്റ് ആവണയാ. ഇപ്പൊ ഈ പറയുന്ന ട്രഡീഷണൽ ഫുഡ് നമുക്ക് കിട്ടുന്നത് അത് എത്രത്തോളം ട്രഡീഷണൽ ആണെന്ന് സാറിന് ഈ റെസ്റ്റോറൻറ്റുകളുടെ രീതിയിൽ തന്നെ ഞാൻ പറയാം. FSAന്റെ രീതിയിൽ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ട്രഡീഷണൽ ഫുഡ് തന്നെ കടകളിലുണ്ട്. അവിടെയും ഈ പറയുന്ന മായവും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട് സാർ. ഈ ഇപ്പൊ ഇവിടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിന്റെ മായത്തിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നത്. ഗവൺമെന്റ് ഓൾറെഡി സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ആയിരിക്കണം ഫുഡ് കൊടുക്കേണ്ടത്. അവർക്ക് ക്ലാസ് കൊടുത്ത് ലൈസൻസും കൊടുത്തിട്ടാണ് ഇത്. ഇല്ലാത്തത് തോന്നിയത് അവിടെയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്നത് സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.